ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ സംസാരിച്ചാലേ നടക്കൂ എന്നുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പൊ കരയുന്ന കുഞ്ഞിനെ പാലുള്ളെന്ന് പറയുന്ന പോലെ ചിലടത്ത് ചോദിച്ചാലേ കിട്ടുള്ളൂ. നിശബ്ദത പാലിക്കാനും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. മേഡം പറഞ്ഞത് മനസ്സിലായില്ല. അതായത് സംസാരം ലാഭിക്കണമെന്ന് പറയുന്നത് എന്താ, നമ്മുടെ സംസാരം ശരിക്കും ആവശ്യത്തിനുള്ളതായിരിക്കും. ഇപ്പം മേഡം പറഞ്ഞില്ല കരയുന്ന കുഞ്ഞിനെ പാലുള്ളത്, അവിടെ നമ്മൾ സംസാരിക്കേണ്ട സ്ഥലം അവിടെ സംസാരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ലാഭിക്കേണ്ട സംസാരം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ടോക്കുകൾ ഒഴിവാക്കും. ഞാൻ അതാണ് പറഞ്ഞത് മേഡം. അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ക്ലാസ് പെയ്ഡാണ്. ഞാനൊരിക്കലും ഇത് പേഴ്സണൽ ട്രെയിനിങ് ആയിട്ട് ചെയ്യണതുകൊണ്ട് തന്നെ എക്സ്പെൻസീവാണ്, എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്നത് നമ്മുടെ മനുഷ്യരുടെ രീതി. ഞാനിപ്പോൾ ആരെയും കളിയാക്കണമല്ല, കാരണം ഞാൻ ഇപ്പോഴും പറയും ഞാൻ മേഡത്തിന് മുമ്പിൽ ഇരിക്കാൻ യോഗ്യതയില്ല, പബ്ലിക്കോട് സംസാരിക്കാൻ യോഗ്യതയില്ല. കാരണം എൻ്റെ പാസ്റ്റ് പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു നേരത്തെ ഭക്ഷണം തിണ്ടികളാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇന്നും എൻ്റെ മൈൻഡിലുണ്ട്. ഇതെല്ലാം ഒരു ഗിഫ്റ്റാണ് ശരിക്കും. പക്ഷേ ഗിഫ്റ്റ് ആണെങ്കിലും ഞാൻ പഠിച്ച അല്ലെങ്കിൽ ഞാൻ വന്ന വഴികൾ, മൈൻഡ് സെറ്റ് അതൊക്കെ തന്നെയാണ്. എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ കൂടുതൽ പഠിപ്പിക്കണം. അതുകൊണ്ട് കുറേ തിയറി പഠിച്ചിട്ട് അതേപടി കോപ്പി ചെയ്യുന്ന രീതി ഇവിടെ ഇല്ല. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ റിസർച്ച് നടത്തി ഞാൻ വന്ന റൂട്ട് തന്നെ പഠിപ്പിക്കണം. ഈ റൂട്ടിൽ ഏതൊരാൾക്ക് സീറോയിലേക്ക് വീണ്ടും കയറി വരാൻ പറ്റുമെന്നുള്ള ഒരു മാറ്റമില്ല. അതിന് ഞാൻ ഗ്യാരണ്ടി പറയണ പോലെ 6 മാസം കോഴ്സ് കൊണ്ട് നിങ്ങളുടെ മൈൻഡ് പവർഫുൾ ആയിരിക്കും. അതിനപ്പുറത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം. ഈ ഫീസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടെങ്കിലേ കണ്ടിന്യൂ ഉള്ളൂ. ഈ 6 മാസം കോഴ്സിൽ വന്നിട്ട് 4 കൊല്ലമായിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യണവരുണ്ട് ഫീസ് അടച്ച്. അപ്പോൾ ബെനിഫിറ്റ് ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ക്ലാസ് എടുക്കുന്നത് ബെന്നിയല്ല, ക്ലാസ് എടുക്കുന്നത് കോസ്മിക് എനർജി. അതെ. അതായത് സാറ് ക്ലാസ് എടുക്കുന്ന 6 മാസത്തേക്കാണ്. ഓരോ ആഴ്ചയിലും ഓരോ ടോക്ക് വാട്സപ്പ് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത്. അതായത് മാഡം നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓരോ ക്ലാസ്സിലും ഇപ്പം മേഡം ക്ലാസ് അറ്റൻഡ് ആളാണെങ്കിൽ മേഡത്തിനോട് എന്ത് പറയണമെന്ന് പ്ലാൻഡ് അല്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്താ ഇപ്പോൾ ഫസ്റ്റ് ഒരു ടോക്ക് കഴിഞ്ഞ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അടുത്ത കഴിഞ്ഞ ആഴ്ച എന്തൊക്കെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സംസാരിക്കണതിനിടയിൽ അയാൾക്ക് വേണ്ട സാധനം വന്നിരിക്കും. മിക്കവരും പറയാറുണ്ട് ഞാൻ ഇതിൽ സംശയം ചോദിക്കാമെന്ന് വെച്ച കാര്യമാണ് എന്ന് പറയണം. സാറിനോട് സംശയം ചോദിക്കണമെന്ന് വിചാരിച്ച കാര്യം. ഞാൻ നിങ്ങൾക്ക് എന്തെല്ലാം സംശയങ്ങൾ ഭാവിയിലുണ്ട് അതൊക്കെ എപ്പോൾ വേണമെങ്കിൽ ചോദിച്ചു. പിന്നെ എൻ്റെ ക്ലാസ്സിൻ്റെ വേറൊരു പ്രത്യേകത ഉണ്ട്, ഇടക്കിട്ട് സംസാരിക്കാം. കാരണം പിന്നെയില്ല ക്ലാസ് എടുക്കുന്നത്. മനുഷ്യൻ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഇടക്കിട്ട് സംസാരിച്ചാൽ ഫ്ലോ പോകും. ചിലപ്പോൾ ബാക്കി എന്താ പറയുന്നത് അറിയില്ല. ഇവിടെ ബെന്നി സംസാരിക്കണം. ഞാൻ ആദ്യം തന്നെ പറയും നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്നത് ഇടക്കിട്ട് സംസാരിക്കുക, അതിനുള്ള മറുപടി അപ്പോൾ തന്നെ തരും. പിന്നെ ആ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂറ്റിനെ കുറിച്ചൊന്നും നിങ്ങൾ അറിയേണ്ട, അതെല്ലാം കൃത്യമായിട്ട് യൂണിവേഴ്സ് വരുത്തും. അതുകൊണ്ട് ക്ലാസ്സിൽ നിങ്ങൾ ഭയങ്കര ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്, ഫുൾ ഫ്രീയാണ്. അതുകൊണ്ട് ഞാനിവിടെ ക്ലാസ് എടുക്കുന്ന ആൾ അങ്ങനെ ഇത് ഫ്രണ്ട്ലി ടോക്കാം. കാരണം ഇതിൻ്റെ എനിക്കൊരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ, കാരണം ഈ കോസ്മിക് എനർജി എന്നിലൂടെ കടന്നു പോകണം ഈ ക്ലാസ്സിലൂടെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്ലാസ് അറ്റൻഡ് ചെയ്യണ ആരാണ്? ഡെന്നിയാണ് ഏറ്റവും കൂടുതൽ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഞാനാണ് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയി. ഇത് മാസത്തിൽ 4 ക്ലാസ്, അതായത് ആഴ്ചയിൽ ഒരു ദിവസം 45 മിനിറ്റ് ഫോണിലൂടെ ഓഡിയോ കോളാണ്. പിന്നെ പരിചയമില്ലാത്തവരാണ് വരുന്നത്, ആദ്യമായിട്ട് കാണാത്തവരാണെങ്കിൽ അവരെ കാണാൻ വേണ്ടി ഫസ്റ്റ് ഒരു വീഡിയോ കോളിൽ വരാൻ പറയും, ഒരൊറ്റ മിനിറ്റ് മാത്രം. അതിൽ നമ്മളുടെ മൈൻഡിൽ അവർ കയറും, അല്ലെങ്കിൽ ഒരു എനർജി ആക്ടിവേഷൻ ഓട്ടോ കറക്ഷൻ നടക്കും, ഒരു ബൂസ്റ്റിംഗ് ഒക്കെ അവിടെ ഓട്ടോ നടക്കും. ഇതെല്ലാം ശരിയാണോ അല്ലേ എന്നുള്ളത് ആദ്യത്തെ. ഇപ്പോൾ ഞാൻ പറയില്ലേ, നമ്മളിപ്പോൾ 6 മാസം കോഴ്സിനുള്ള ഫീ ഒന്നിച്ച് വാങ്ങിക്കില്ല, അത് ഇൻസ്റ്റാൾമെൻറ്റ് പോലെ അഡ്വാൻസ് ആയിട്ട് തരാൻ പറ്റും. ഞാൻ എന്തിനാ അങ്ങനെ അയക്കണമെന്ന് അറിയാമോ? ഒരു മാസം കഴിയുമ്പോൾ അയക്കാൻ പറഞ്ഞു ഇയാളുടെ ക്ലാസ് ഒന്നും കൊള്ളില്ല, എന്തിനാ എൻ്റെ പൈസ ലോസ് ആയില്ല, അയാൾ പോയിക്കോട്ടെ ഒന്ന്, എന്തിനാ അയാൾ ഇതാണ്, അതിനുവേണ്ടി തന്നെ അങ്ങനെ ആക്കിയേക്കണം. പക്ഷേ ഞാനിപ്പോൾ എന്നെ പോയി പറയണല്ല, ഞാൻ പറയില്ല ഇവിടെ ബെന്നിക്ക് പ്രസക്തി ഇല്ല, ബെന്നി സ്റ്റുഡൻറ്റാണ്. ഞാൻ പറഞ്ഞ ഈ ക്ലാസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം ഇത് കോമൺ ആയിട്ടുള്ളതല്ല. ഞാൻ വിശ്വസിക്കുന്ന വേൾഡിൽ ഈ സിസ്റ്റം ഞാൻ മാത്രം ചെയ്യണം എന്നുള്ള എനിക്കറിയില്ല അതിനെക്കുറിച്ച്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ മേഡം, ഈ 45 മിനിറ്റ് ഞാനൊരു 25 പേർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്താൽ ഏറ്റവും കുറവ് ഫീസ് ഇട്ടാൽ പോലും ഈ ഒരാൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയത്തിൽ എനിക്ക് ഒരാക്കടയിൽ നിന്ന് മേടിക്കുന്ന ഫീയുടെ 10 ഇരട്ടി ലാഭം കിട്ടും. പക്ഷെ അവർക്ക് ചേഞ്ച് വരുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. എനിക്ക് എപ്പോഴും ഓരോ വ്യക്തിയെയും പ്രത്യേകിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് എഫക്റ്റീവ് ആവുന്നത്, റിസൾട്ട് ഉണ്ടാക്കണം. അവർക്ക് ആ എക്സ്പീരിയൻസിലോട്ട് എത്തിക്കുക എന്നുള്ള ഒരു പാഷൻ പോലെയുള്ളത്. കാരണം എനിക്ക് മേജറായിട്ടുള്ള ആൾക്കാർ എനിക്ക് ഓരോ ക്ലാസ്സിലും കേൾക്കേണ്ട നെഗറ്റീവാണ്. നിങ്ങൾക്ക് എന്ത് നെഗറ്റീവ് ഉണ്ടായെന്ന് പറഞ്ഞാൽ മതി, പോസിറ്റീവ് പറയണ്ട. ചെറുതാണെങ്കിലും നിങ്ങൾ സിമ്പിളായിട്ട് കാണുന്ന നെഗറ്റീവ് പോലെ എന്നോട് പറയും. അത് ഡിസ്കസ് ചെയ്തിട്ട് പോകണം. അവർ നിസ്സാര കാര്യമായിരിക്കും, ആ നിസ്സാര കാര്യം അവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്യണതിൻ്റെ റൂട്ട് മനസ്സിലാക്കാൻ അവർക്ക് കഴിവില്ല. അതെല്ലാം നമ്മൾ മനസ്സിലാക്കി കൊടുക്കും. 6 മാസം ടൈം കൊണ്ടാണ് ഒരാളിതും തിയറി പഠിക്കണതും. തിയറിക്കൊപ്പം പ്രാക്ടിക്കൽ സെക്ഷൻ ഉണ്ട്, അതിന് ഫോളോ അപ്പിംഗ് ഉണ്ട്. ഈ വീക്ക്ലി വൺസിൻ്റെ ഇടയിൽ എന്ത് ഇൻസിഡൻറ്റ് ഉണ്ടായാലും എനിക്ക് അപ്പം വോയിസ് ഇടണം. അതിൽ എമർജൻസിയാണ് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് സംസാരിക്കാൻ സമയം കൊടുക്കും. ഇത് ക്ലാസ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ ക്ലാരിഫൈ ചെയ്തു. ഇപ്പോൾ ഫാമിലിയിൽ പ്രശ്നം ഉണ്ടായി, ഫിനാൻഷ്യൽ പ്രശ്നം ഉണ്ടായി, വേറെ എന്തെങ്കിലും ഉണ്ടായി, അപ്പോൾ അയാൾ മൂഡ് ഔട്ടാണ്. എനിക്ക് ഇമ്മീഡിയറ്റ് മെസ്സേജ് ഉണ്ട്, എനിക്ക് സംസാരിക്കണം, അർജൻറ്റാണെന്ന് പറഞ്ഞാൽ ഞാൻ എത്ര ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രാധാന്യം കൊടുക്കും. ഞാൻ പുതിയതായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആളെ പോലും ഞാൻ ചിലപ്പോൾ വെയിറ്റ് ചെയ്യും, പെട്ടെന്ന് എടുക്കില്ല ക്ലാസ്സിലേക്ക്. ഇപ്പോൾ ഒരാൾ ഇന്ന് പേയ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാണ്, നാളെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ നാളെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യില്ല. കാരണം ഈ നിലവിലുള്ള ആൾക്കാരെ കറക്റ്റ് സിസ്റ്റത്തിലാക്കിക്കൊണ്ട് മാത്രമേ പുതിയ ഒരാളെ കയറ്റുള്ളൂ. പിന്നെ കണ്ടമാനം ആൾക്കാർ വന്നാലും നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട്
അതുകൊണ്ടാണ് സാർ യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് എന്ന് പേരിട്ട്. അങ്ങനെ ഇത് ഫിൽറ്ററിങ് ആണ്. അതായത് ഞാൻ ചിലപ്പോൾ ഞാൻ ഡിമാൻഡ് ചെയ്യണം. ഇപ്പോൾ ഒരാൾ ഇതിനെക്കുറിച്ച് എൻക്വയറി ചോദിക്കുമ്പോൾ അവർ പറയും എനിക്ക് സംസാരിക്കണം ഫോണിൽ എന്ന് പറയുമ്പോൾ, ഇതിനെക്കുറിച്ച് അറിയാൻ സംസാരിക്കണം എന്ന് പറയുമ്പോൾ അപ്പം തന്നെ ഞാൻ ടൈം കൊടുക്കാറില്ല. ഞാനത് ഡിമാൻഡ് ചെയ്യണില്ല, ഫിൽറ്ററിങ് ആണ്. അവർ ആവശ്യക്കാരനാണെങ്കിൽ ഞാൻ 2 ദിവസം നീട്ടി പറഞ്ഞാലും അവർ കണക്ട് ചെയ്യും. സാർ ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് സാറ് ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ കേട്ട് കഴിയുമ്പോൾ അവരോട് കൂടുതൽ സിമ്പതറ്റിക്കോ എമ്പതറ്റിക്കോ ഒക്കെ ആയി പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ സാറിൻ്റെ മനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന രീതി എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതായത് ഈ ചോദ്യം 10 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അത് 10 കൊല്ലം. അതായത് ഞാൻ ഇന്ന് ഏകദേശം ഇത് ഇങ്ങനത്തെ ഒരു സർവീസ് ആദ്യം കൗൺസിലിംഗ് അങ്ങനെയൊക്കെ ആയിട്ട് ആളുകളെ പ്രശ്നത്തിൽ ഇടപെടണമൊക്കെ ആയിട്ടാണ് തുടങ്ങിയത്. അതൊരു 20 കൊല്ലമായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 10 കൊല്ലം എനിക്ക് ഭയങ്കര സിമ്പതിയുള്ള മൈൻഡായിരുന്ന ആൾക്കാരോട്. അപ്പോഴൊക്കെ അപ്പം തിരിച്ചടി കിട്ടും. അവരുടെ നെഗറ്റീവ് മൊത്തം നമ്മളെ ബാധിക്കും. അവർ നല്ല പവർഫുള്ളാവും. പക്ഷെ നമ്മൾ പവർഫുള്ളാണെന്ന് ധരിക്കും. പക്ഷേ നമുക്ക് പണി വന്നാൽ ചിലപ്പോൾ 1 കൊല്ലം കഴിയുമ്പോഴൊക്കെ ഇരിക്കും. അന്നേരം നമ്മളിങ്ങനെ നമ്മൾ പോസിറ്റീവ് ആണല്ലോ. അതിൽ നിന്ന് പഠിച്ചപ്പോൾ എങ്ങനെയാണ് ഇത് തന്നെ എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് നടത്തി. ഇന്ന് എനിക്ക് സിമ്പതി എന്ന് പറഞ്ഞ സാധനമില്ല. കാരണം എന്താണെന്ന് ഈ ലോകത്ത് ഒരാൾക്ക് നന്നാണെങ്കിൽ സത്യത്തിൽ അയാൾ തന്നെ വിചാരിക്കണം. എനിക്ക് ട്രെയിനിങ് ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാഡത്തിനെ കൊണ്ട് പാലിപ്പിക്കാൻ, ഇപ്പം ഞാൻ അമ്മ നിർബന്ധിച്ച് പല്ലിപ്പിക്കണ പോലെ അങ്ങനെ ഒരു പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് മാഡം ഒന്നും ചെയ്യാൻ തയ്യാറാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശരി, പിന്നെ പരമാവധി നമ്മുടെ രീതികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് സിമ്പതി വരാൻ പാടില്ല, ഒരു എമ്പതി എന്നല്ല. അതായത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് തന്നെ ചിന്തിക്കും. ഇപ്പോൾ ഒരാൾ അവരെ വിഷമം എന്ന് പറയുമ്പോഴത്തേക്കും അവർ ജീവിതം പഠിക്കണം. യൂണിവേഴ്സ് എല്ലാവർക്കും പഠിക്കാനുള്ള അവസരം തന്നെ ഉണ്ട്. ഒരു വേടുണ്ട് ഒരു ഗ്രന്ഥത്തിലുള്ള ബാലശിക്ഷ തടയരുത്. കേട്ടിട്ടുണ്ടോ വേണ്ടത്? ബാലശിക്ഷ കേട്ടിട്ടുണ്ടോ? ബാലശിക്ഷ തടയരുത്. ബാലശിക്ഷ തടയരുതെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് തെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അച്ഛൻ ആ കുഞ്ഞിനെ അടിക്കണേ. അപ്പോൾ അമ്മ വന്നിട്ട് പറയുമ്പോൾ അവൻ എന്തിനാ നിങ്ങൾ അടിക്കണമെന്ന് പറയുമ്പോൾ അവൻ ചെയ്ത തെറ്റിനുള്ള വാല്യൂ അവൻ മനസ്സിലാണില്ല, അവൻ പഠിക്കണില്ല. അപ്പോൾ ഇത് മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കണ ഒരു കാര്യം. ഞാനൊരു കാര്യം മനസ്സിലാക്കി, ശിക്ഷിക്കാം, ബാലശിക്ഷയാവാം, ഒക്കെ ആവാം, പക്ഷെ അത് ജീവിതകാലം മൊത്തം ആ ഒരു കുട്ടിക്ക് ട്രോമ ഉണ്ടാക്കുന്ന രീതിയിലാവരുത്. ഇല്ല, ഞാൻ പറഞ്ഞ മാഡം എന്താ പറയുക, മാഡം ഞാൻ പറഞ്ഞത് ഞാനൊരു വേർഡ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞ മനസ്സിൽ ജീവിതത്തിൽ ഒരാൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാനായിട്ട് നമുക്ക് സഹായിക്കലാണ് എമ്പതി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സൈഡ്. അതിന് ഓരോ കടബാധ്യതയുള്ള ഒരാൾ പറയും എനിക്ക് ഇത്ര രൂപ വന്നിരുന്നു വെച്ചെങ്കിൽ ഞാനിപ്പോൾ ഇതായാനെന്ന് പറഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള മൈൻഡ് അവിടെ വരും. അപ്പോൾ അയാൾ ഒരിക്കലും ജീവിതം പഠിക്കില്ല. ഇത് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചത്. ലക്ഷക്കണക്കിന് രൂപ കട, ഇന്നത്തെ 3 കോടി രൂപയുടെ വാല്യൂ ഉണ്ട് എൻ്റെ കടബാധ്യത. ആ കടബാധ്യത ഉണ്ട്. അപ്പോൾ എനിക്ക് ലക്ഷങ്ങളുള്ള കോടീശ്വരനായിട്ടുള്ള ഒരു കസിൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്ക് അന്നേരം പിടിച്ചിരിക്കാൻ 1 ലക്ഷം ചോദിച്ചു. വേണമെങ്കിൽ ഇന്നത്തെ 10 ലക്ഷത്തിൻ്റെ വാല്യൂ ഉണ്ട്, അന്നത്തെ 1 ലക്ഷത്തിന് ചോദിച്ചപ്പോൾ അദ്ദേഹം സഹായിച്ചില്ല. പക്ഷെ പിന്നീട് ഞാൻ ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, അദ്ദേഹമാണ് എൻ്റെ ഗുരു. അന്നേരം അത് സഹായിക്കുന്നത് വെച്ചെങ്കിൽ ഞാൻ ഇത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകില്ലായിരുന്നു. അപ്പോൾ ഒരാൾ ജീവിതത്തിൽ സമാധാന സന്തോഷവും സക്സസ്ഫുൾ ആയിട്ടുള്ള, നമ്മൾ ഇന്ന് കാണുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ഏത് പേഴ്സൻ്റെ ചരിത്രം എടുത്ത് നോക്കിയോ, അവർ എല്ലാവിധ ദുരന്തങ്ങളിലും പ്രശ്നങ്ങളിലും കടന്നു പോയിട്ടുണ്ടാവും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നു, ഫിനാൻഷ്യൽ ക്രൈസിസ് അനുഭവിക്കാത്ത ഒരാൾ ഒരിക്കലും ഫിനാൻഷ്യലി ഡെവലപ്പ് ചെയ്യൂല. അതെല്ലാത്തിലും ബാധകമാണ്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ സംസാരിച്ചപ്പം സാറ് പറഞ്ഞിരുന്നു ഞാൻ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ട്, ബൈബിൾ വായിച്ചിട്ടുണ്ട്, ഖുറാൻ വായിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ വേദപുസ്തകങ്ങളിലും പൊതുവായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന തടസ്സങ്ങൾ, ബ്ലോക്സ്, അത് ഏതൊക്കെ രീതിയിൽ വരാം, നമുക്ക് കൺപേർ വരാം, അല്ലെങ്കിൽ കൂടോത്രം ബാധിക്കാം. അപ്പം പല രീതിയിൽ പലരും ചെയ്യുന്നത്, നെഗറ്റീവായിട്ട് ചെയ്യുന്നവരും അത് അവരവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി, അവരവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ നശിപ്പിക്കാനും അങ്ങനെ പല രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. ചിലത് അറിയാതെ ഈ പറഞ്ഞ കൺപേർ അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ പറയുന്നത് ആരും ചിലപ്പോൾ മനഃപൂർവ്വം മനസ്സിൽ ചിന്തിക്കുന്ന പോലും ആയിരിക്കത്തില്ല. പക്ഷെ അവർക്ക് നിരന്തരമായിട്ട് ഏറ്റുകൊണ്ടേയിരിക്കും. എത്രയൊക്കെ മാറ്റിയാലും വീണ്ടും വീണ്ടും അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് ചിലർക്ക് കൂടുതലായിട്ട് കിട്ടുന്നു, ചിലർക്ക് അത്ര കിട്ടുന്നില്ലായിരിക്കാം. അതോ കിട്ടിയിട്ടും അറിയാത്തതാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ചിലരെ ആകപ്പാടെ അങ്ങ് നശിപ്പിച്ച് കുടുംബം മൊത്തം നശിച്ചു പോകുന്ന അവസ്ഥയിലാവാറുണ്ട്. ചിലർ ഇതൊക്കെ അതിജീവിച്ച് വലിയ നിലകളിൽ ജീവിച്ച് അല്ലെ സക്സസ്ഫുള്ളായിട്ട് ജീവിക്കുന്നവരുണ്ട്. അതിനെപ്പറ്റി അപ്പം ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമോ? ഓക്കെ. ഈ ഈവിള എന്ന് പറയുന്ന സാധനം വർക്ക് ചെയ്യണത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവനുള്ളൊരു മനുഷ്യൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ. വിൻസെൻ്റ് പീൽ എന്ന് പറഞ്ഞാൽ വേൾഡ് ഫേമസ് മനഃശാസ്ത്രജ്ഞൻ പറയണത് ഒരു നഗരത്തെ മുഴുവൻ കത്തിച്ച് കളയാനുള്ള എനർജി ഉണ്ടെന്ന് പറയണം ഒരു മനുഷ്യൻ, ജീവനുള്ള ഒരു മനുഷ്യൻ്റെ പവർ. ഇതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ ഉദാഹരണം, അത്രയും പവർഫുള്ളായിട്ടുള്ള ഈ മനുഷ്യൻ അവൻ്റെ പവറിനെ കുറിച്ച് അറിവില്ലെങ്കിലും ഓട്ടോ കറക്ഷനിൽ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചിന്തിക്കണത്, എന്താണ് സംസാരിക്കണത്, അതനുസരിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു മലയാളികളുടെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് അവനവൻ്റെ ലൈഫിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ ലൈഫിനെ വീക്ഷിക്കണ മൈൻഡ് സെറ്റുള്ളവരാണ് ഇല്ലേ? ഇപ്പോൾ അടുത്ത വീട്ടിലെ ആൾക്കാർ കാറ് മേടിച്ചു, അപ്പം മാത്രമാണ് ഇവന് കാറ് മേടിക്കണം എന്നുള്ള ചിന്ത തന്നെ, അതിന് മുമ്പ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ അപ്പുറത്ത് വീട്ടുകാർ വീടൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, നമ്മളും പെയിൻ്റ് അടിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഞാനിത് കുറ്റപ്പെടുന്നതല്ല, ഇതുപോലെ നമ്മളെക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ ലൈഫിൽ
ശ്രദ്ധ കൊടുക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾക്കുണ്ട്, ഭൂരിപക്ഷം മനുഷ്യർക്കും ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വരുമെന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ വർക്ക് ചെയ്യും. കാരണം നമ്മൾ കൂടുതൽ അവർക്ക് അങ്ങനെ വന്നു, ഇവരിക്കും അങ്ങനെ വന്നു. അപ്പോൾ ഈ മാഡം ചോദിച്ച ഈ കണ്ണേർ എന്ന് പറയുന്ന സാധനം ഓട്ടോ കറക്ഷനിൽ വർക്ക് ചെയ്യണതിൻ്റെ ഒരു റൂട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ബാധിക്കാത്തതും ചിലവർക്ക് മാത്രം ബാധിക്കണതൊക്കെ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ, ഓരോ ആൾക്കാരുടെ ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ പാരമ്പര്യത്തിൽ നിന്നാണെങ്കിലും ജനിച്ചു വളർന്നപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്നാണെങ്കിൽ ചിലവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര പവർഫുള്ളായിരിക്കും. അപ്പോൾ അങ്ങനെ പവർഫുള്ളായിട്ടുള്ള മൈൻഡ് സെറ്റുള്ളവർ അവർക്ക് അത്രയും ഹൈ വിൽ പവർ ഇതൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്താലും ഏക്കണമെന്നില്ല. അത് പക്ഷേ റെയറാണ്. പക്ഷേ എന്ന് കരുതി ചില ആൾക്കാർക്ക് കേൾക്കും, ചില ആൾക്കാർക്ക് കേൾക്കില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ചില ആൾക്കാർക്ക് കേൾക്കണമെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് എനർജിയുടെ അളവ് നമ്മളെ തെറ്റായ ജീവിതശൈലിയിൽ നിന്ന് നമുക്ക് ഹൈ ആണ്. ഞാൻ പറഞ്ഞേ ജീവിതശൈലി രോഗങ്ങൾ വരുന്ന തെറ്റായ ഫുഡിൽ നിന്നാണ്. അത് നന്നാക്കാൻ ഡയറ്റ് എടുക്കണമെന്ന് പറഞ്ഞ പോലെ കുത്തഴിഞ്ഞ ഒരു മെൻ്റൽ ഹെൽത്താണ് ഈ പറഞ്ഞ ആൾക്കാർക്കെല്ലാം ഉള്ളത്. ഈ കുത്തൊഴിഞ്ഞ തെറ്റായ മെൻ്റൽ ഹെൽത്തുള്ള ആൾക്കാർ ആഗ്രഹിക്കണം എന്താ, എനിക്ക് സക്സസ് വേണം, സമ്പന്നത വേണം, നല്ല ആരോഗ്യം വേണമെന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ ഇവരിലേക്ക് പെട്ടെന്ന് നെഗറ്റീവ് എനർജി കണക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ കണ്ണേർ കൂടുതലും വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പോൾ ഞാൻ നമ്മളുടെ ആൾക്കാരെ തന്നെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ എനിക്കുറിച്ച് അറിവില്ലാത്ത കാലഘട്ടത്തിൽ ഞാനും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് കടക്കണി വന്നെന്ന് പറഞ്ഞില്ലേ, ഈ കടക്കണി വന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞ ആൾക്കാരെ കണ്ണേർ അസൂയ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എനിക്കുള്ള അതിൻ്റെ 10 ഇരട്ടി കാണിക്കണം എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്കുള്ള. പൊതുവേ നമ്മളുടെ മിക്ക ആൾക്കാർക്കും ഒരു 70-80% ആൾക്കാർക്കും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് ഡ്രസ്സ് ചെയ്യണത്, മറ്റുള്ളവരെ കാണിക്കണോ എന്നുള്ളൊരു സാധനമുണ്ട് ഇല്ലേ, ഉണ്ട്, സ്വാഭാവികമായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ദുബായിലേക്ക് പോവുകയാണ്, എയർപോർട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു, വിടുന്നു, ഞാനിപ്പോൾ ഇവിടെയാണ്, ഇതൊക്കെ മിക്കവരും ചെയ്യണം. ഞാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഫോൺ കണ്ടുപിടിക്കണതിന് മുമ്പ് ഇത് അറിയിക്കാൻ പറ്റൂല. അപ്പം ഇത് ഒരു 1000 പേര് ലക്ഷക്കണക്കിന് കാണുമ്പോൾ നമ്മളായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാരുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയണത് മെൻ്റൽ കണക്ഷനുള്ള ആൾക്കാർ തമ്മിലാണ് ഈ പറഞ്ഞ കണ്ണേറും ഇതൊക്കെ പെട്ടെന്ന് ബാധിക്കണം. സ്നേഹത്തോടെ നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് നല്ല മെൻ്റൽ കണക്ഷനുള്ള, കാരണം അവർക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ ഇത് കാണിക്കും, അയ്യോ എന്താണ് അവൻ്റെയൊക്കെ യോഗ, അവൻ്റെയൊക്കെ മുതുകത്ത് വരച്ചത്, എൻ്റെ ഇത് വരച്ച് അവൻ്റെ അങ്ങനത്തെയൊക്കെ ഒരു ധാരണയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു വിങ്കൽ ഇത് കുറേ ആവർത്തി റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ, ഞാൻ നേരത്തെ പറയും, സബ് കോൺഷ്യസ് മൈൻഡിൽ നിരന്തരമായിട്ട് ഇങ്ങനെ അക്ഷയപാത്രം പോലെയാണ് കുറേ കാര്യങ്ങൾ ആവർത്തി വരുമ്പോഴത്തേക്ക് അത് ലൈഫ് സ്റ്റൈലായി, അത് സീറ്റിംഗായി, അത് പിന്നെ റിഫ്ലക്റ്റ് ചെയ്യും പുറത്തേക്ക്. ഇതിന് നെഗറ്റീവ് എന്നാൽ പോസിറ്റീവ് എന്നില്ല, കണ്ണേറുന്നില്ല, ബ്ലാക്ക് മാജിക് എന്നില്ല, എല്ലാ സാധനവും സിസ്റ്റത്തിൽ വർക്ക് ചെയ്യും. അപ്പോൾ ഇത് തന്നെ മൈൻഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, ഇപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അടുത്ത് വരുന്ന ആൾ എന്ന് പറഞ്ഞാൽ അസൂയപ്പെടുന്ന ആളാണ്, എപ്പോഴും അസൂയപ്പെടുന്ന ആളാണ്. അപ്പം നമ്മളെപ്പോഴും വീക്കായിട്ട് ഇരിക്കുന്ന ടൈമാണെങ്കിൽ ഇത് കുറേ അധികം ആവർത്തിയാകുമ്പോൾ അയാളുടെ മെൻ്റൽ പവറിന് ഇതുപോലെ നഗരം മുഴുവനും കത്തിക്കാനുള്ള പവറുണ്ട്. ജീവനുള്ള ഏതൊരു മനുഷ്യൻ്റെ പവറിന് ഈ പവറുണ്ട്. പക്ഷേ ഈ പവർ അവനവൻ്റെ ജീവിതത്തിൽ ഉപകരിക്കില്ല, മറ്റുള്ളവരുടെ ജീവിതത്തിനും നല്ലതിനു വേണ്ടി ഉപകരിക്കില്ല. മറ്റുള്ളവരെ അവനവൻ്റെ നാശത്തിനും മറ്റുള്ളവരുടെ നാശത്തിനുമാണ് നമ്മൾ അറിയാണ്ട് നമ്മളുടെയൊക്കെ മൈൻഡ് പവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അതാണ് ഞാൻ പറഞ്ഞ തെറ്റായ ജീവിതശൈലി, കാഴ്ചപ്പാട്, സംസാരങ്ങൾ, ഇടപെടലുകൾ. അപ്പോൾ എന്താ, ഇപ്പോൾ ഞാനൊരു കാര്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ പറ്റാവുന്ന ആൾക്കാരെയൊക്കെ അറിയിക്കുന്നു, ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇന്ന് മേടിച്ചു, വണ്ടി മേടിച്ചു, അത് മേടിച്ചു, എവിടെയാണോ ഞാനിപ്പോൾ അവിടെ ഇല്ല. ഇപ്പോൾ മാഡം എൻ്റെ വീഡിയോസ് വേണമെങ്കിൽ കണ്ടു നോക്കുമോ, ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇത്രയും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ മാഡം ഇൻ്റർവ്യൂ ചെയ്തപ്പോഴായിരിക്കാം. അല്ലെങ്കിൽ ഞാനൊരു മാർക്കറ്റിംഗ് ആയിട്ട് ഞാനിങ്ങനെ ഒരു ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യണം. ഞാൻ ഫോൺ നമ്പറൊക്കെ വെക്കാറുണ്ട്, പക്ഷേ ഞാൻ അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാറില്ല. കാരണം ആവശ്യക്കാർ കണ്ടുപിടിച്ച് വരട്ടേന്ന് നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് മാഡം. അപ്പോൾ എൻ്റെ ഒരു ഏകദേശം ഒരു 4-5 മാസമായിട്ടുണ്ട് ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം ഒരു വിദേശ രാജ്യത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്. ഇതുപോലെ പലരും വിദേശ രാജ്യത്ത് നിന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഞാൻ ഈ വിളയും ബ്ലാക്ക് മാജിക്കായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് എൻ്റെ അടുത്ത് വന്ന ഒരു ആളുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇതുപോലെ ആദ്യം എൻക്വയറി ചെയ്യണത് എനിക്കിങ്ങനെ അറിയണം, ഈ വിളയുടെ കാര്യങ്ങൾ അറിയണം, അപ്പോൾ ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ എൻക്വയറി വരും. സാറിൻ്റെ വീഡിയോ കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാനൊരു ടൈം കൊടുക്കുന്നു, ആ ടൈമിൽ വിളിച്ചപ്പോൾ പുള്ളിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു, അതായിട്ട് കണക്ട് ചെയ്തിട്ട് ആ അഫെയർ ഇപ്പോൾ ബ്രേക്കാണ്, ഒരു 3-4 വർഷമായിട്ട് ബ്രേക്കാണ്. അപ്പോൾ അത് ഈ വിളയാണ് അല്ലെങ്കിൽ വല്ല ബ്ലാക്ക് മാജിക് ആണെന്ന് അറിയണം എന്നുള്ളത്. അപ്പോൾ ഞാനത് സംസാരിച്ച് വെച്ചിട്ട് എൻ്റെ മൈൻഡിൽ പുള്ളി പറഞ്ഞനുസരിച്ചിട്ടുള്ള കുറേ സൊല്യൂഷൻസ് പറഞ്ഞ്, അത് അങ്ങനെയൊന്നുമല്ല, അത് ഇങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചതിന് മറുപടി പറഞ്ഞു. അല്ലാണ്ട് ഞാനിങ്ങനെ ഒരു ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ആ ട്രെയിനിങ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ ആ രീതി ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയണത് ഇപ്പം ഞാനിത് പറയുമ്പോൾ ഓൾറെഡി ഞാൻ ട്രെയിനിങ് ചെയ്യണ പബ്ലിക്കാണ്, അത് ഇൻ്റർവ്യൂവിനായതുകൊണ്ട്. പിന്നെ എല്ലാത്തിനും ഒരു ടൈം ഉണ്ടെന്ന് പറയുന്ന പോലെ ഇതിപ്പോൾ ഇങ്ങനെ പറയേണ്ട സമയം ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും അപ്സെറ്റായിട്ടൊരു സാറിനോട് പിന്നെ സംസാരിക്കണം, സാർ അത് എനിക്ക് എന്തായാലും ഇങ്ങനെയൊക്കെ അഫെയറൊക്കെ, പക്ഷേ എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോലെ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കണം ജീവിതത്തിൽ, എനിക്ക് ഇനിയും കുറേ എനിക്ക് മൈൻഡൊക്കെ ഒന്ന് ഇതാക്കണം, എൻ്റെ മൈൻഡൊക്കെ ഒന്ന് ശരിയാക്കണം, അതിന് സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു മൈൻഡിൻ്റെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യുന്ന രീതികൾ ഇങ്ങനെയൊക്കെ. സാറപ്പോൾ ട്രെയിനിങ് ചെയ്യണ്ട,
ഞാൻ പറഞ്ഞത് മറ്റേ സാർ ഇതിന് ആദ്യം വിളിച്ചപ്പോൾ അത് പറയാൻ ഞാൻ പറഞ്ഞാൽ അത് തനിക്ക് ആവശ്യമാണോ അല്ലെന്ന് എനിക്കറിയില്ല, അത് തനിക്ക് ആവശ്യമുള്ള കണക്ട് ചെയ്യും. അങ്ങനെ അവന് ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഞാൻ അവനൊരു 3 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ നീണ്ട മെസ്സേജ് വിട്ടു, സാർ ഇത്ര ഇതായിട്ട് ചെയ്യണ ഒരാളായിട്ട് എന്താണ് സാർ ആദ്യം ഇത് പറയാൻ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരാഴ്ച ഞാൻ കാത്തിരിക്കുകയാണ്. ഇപ്പം ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ക്ലാസ് ഉള്ളതെന്നുള്ള ഒരു ഇത് മാത്രമാണ് എനിക്കുള്ളത്. ഞാൻ ആ ഒരാഴ്ച താൻ സ്വന്തം ഐഡിയ തന്നെ ഓടണം, എന്താണ് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ട് വീണ്ടും അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് കഴിഞ്ഞ ചോദിച്ചാൽ 6 മാസം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ക്ലാസ്. ഞാൻ പിന്നെ അത് 6 മാസം കഴിയുമ്പോഴല്ലേ, അല്ല 6 മാസം കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യണം. ഞാൻ പിന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഫീസിൻ്റെ റേഞ്ചൊക്കെ വ്യത്യാസം വരും. അതെന്താ അങ്ങനെ, ഞാൻ പിന്നെ ഇനിയുള്ള കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇനി വരുന്നത്. 6 മാസം കൊണ്ട് മൈനസ് എനിക്കതൊന്നും പ്രശ്നമല്ല, ഞാൻ എന്ത് തന്നെയാണെങ്കിലും എനിക്ക് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ടാണ് അവനാണ് പറയുന്നത്, ഈവിളയും ബ്ലാക്ക് മാജിക്കായിട്ടൊക്കെ ഉള്ള സംഭവങ്ങൾ ഇത് ക്ലാസ്സിൽ ക്ലാരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം മാഡം പറഞ്ഞ പോലെ ഇത് സംഭവിക്കണത് ഇത്രേ ഉള്ളൂ. എനിക്ക് എന്തെല്ലാം വിജയങ്ങളുണ്ട്, എന്തെല്ലാം സക്സസ്സുകളുണ്ട്, അതെല്ലാം ഞാൻ അനുഭവിക്കുന്നത് നമ്മളായിട്ടൊരാളോട് പറയുകയും അവർക്കത് എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാണ്ടിരിക്കും. മനസ്സിലായി പറഞ്ഞത്. ഞാനിപ്പോൾ വളരെയധികം ഞാനൊരു കാർ അച്ചീവ് ചെയ്തു. ഈ കാർ അച്ചീവ് ചെയ്തത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് അത്ര ഇൻറ്റിമേറ്റ് ആയിട്ട് മാഡത്തിൻ്റെ ഉയർച്ചയും വിജയവും എല്ലാം മാഡത്തിനെ പോലെ തന്നെ കാണുന്ന ഒരു 25 പേരുണ്ടെന്നാണ് മാഡം ചിന്തിക്കണം. മാഡത്തിനെ പോലെ കാണണം. അതിലൊരാളെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ശരിക്കും ഒരാളെ ഉണ്ടാകാൻ സാധ്യത. ആ ഒരാളെ കണ്ടെത്താൻ കഴിവുണ്ടെങ്കിൽ മാഡത്തിന് പറയാം. അല്ലെങ്കിൽ മാഡം അത് പറയാണ്ടിരിക്കുക. അവർ കണ്ടുപിടിക്കട്ടെയാണ്. വണ്ടി മേടിച്ച് എപ്പോഴായിരുന്നു അങ്ങനെ അവർ മനസ്സിലാക്കി എടുക്കണേന് അത്ര ഡെപ്ത് ഉണ്ടാവില്ല. നമ്മളായിട്ട് പറയണതിന് നെഗറ്റീവ് വർക്ക്, നമ്മളായിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ ചെയ്തു, ഇവിടെ നിന്ന് എത്ര അപ്പം നമ്മളിങ്ങനെ എപ്പോഴും നമ്മുടെ ഡെവലപ്മെൻറ്റ്സും നമ്മൾ അനുഭവിക്കുന്ന സക്സസും കഴിവുകളും ഒക്കെ നമുക്കിങ്ങനെ പറയാനുള്ള മൈൻഡ് ഉണ്ട്. പക്ഷെ അതിങ്ങനെ കോമൺ ആയിട്ട് പറയുന്ന രീതിയുണ്ട് എല്ലാവർക്കും. അതല്ല ഇപ്പോൾ പറഞ്ഞാൽ പരിചയമില്ലാത്ത ആൾക്കാർ ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എവിടെയൊക്കെ സഞ്ചരിക്കുന്നു, ഏത് ഹോട്ടലിൽ കയറുന്നു.